അന്റാർട്ടിക്കയെയും ആർട്ടിക് പ്രദേശത്തെയും ഒഴിവാക്കിയാൽ കൊതുകുകൾക്ക് ശേഷം ഭൂമിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ജീവിക്കാൻ കഴിയുന്ന ഭയാനകമായൊരു ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഈ പാമ്പുകൾ മാത്രമാണ്. കത്തുന്ന വെയിലിൽ ചൂടുള്ള മണലിനടിയിൽ കുഴിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്ന മാരക വിഷമുള്ള പാമ്പുകളെ പോലും നമുക്ക് കാണാൻ കഴിയും. 1000-ലധികം തരം പാമ്പുകളുണ്ടെങ്കിലും എടുത്തു പറയത്തക്ക വലിപ്പമുള്ള ചില പാമ്പുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈസ്റ്റേൺ ഡയമണ്ട് ബാക്ക് റാറ്റിൽ സ്നേക്ക്. ഈ റാറ്റിൽ സ്നേക്കിനെ കുറിച്ച് നിങ്ങളിൽ പലരും ഇതിനകം കേട്ടിട്ടുണ്ടാകാം. അമേരിക്ക, കാനഡ, അർജന്റീന തുടങ്ങി പല ഭാഗങ്ങളിലും ഇത് ജീവിക്കുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കാണാൻ കഴിയുന്നത്. പരമാവധി 4 മുതൽ 6 അടി വരെ വളരാൻ കഴിയുന്ന ഈ പാമ്പുകളുടെ വാൽഭാഗം നോക്കിയാൽ ഒരുതരം കിലുങ്ങുന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഘടനയുണ്ടാകും. കടുത്ത വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഇതിന്റെ വിഷം കുത്തിവെക്കാൻ കഴിയുന്ന ആ 2 പല്ലുകൾക്ക് മാത്രം ഏകദേശം 1/4 ഇഞ്ച് നീളമുണ്ടാകും. കൂടാതെ ഈ പാമ്പിന് 7 ദിവസങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിഷം കൊണ്ട് മാത്രം പരമാവധി 40 മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കും. ഈ പാമ്പുകളുടെ ചില വംശങ്ങളുടെ ശരീരഘടന ഒരു പരിധിവരെ മലമ്പാമ്പുകളെ പോലെയും ഇരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 2009-ൽ കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഈ പാമ്പിനെ എല്ലാവരും ഒരു മലമ്പാമ്പാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ വാൽഭാഗവും വായഭാഗവും വെച്ച് നോക്കിയപ്പോഴാണ് ഇത് ഭയാനകമായ വിഷമുള്ള റാറ്റിൽ സ്നേക്ക് ആണെന്ന് കണ്ടെത്തിയത്. കൂടാതെ ഇതുവരെ എവിടെയും കാണാത്ത തരത്തിൽ 12 അടി നീളവും ഉണ്ടായിരുന്നു ഈ റാറ്റിൽ സ്നേക്കിന്. ബർമീസ് പൈത്തൺ കാണാൻ അതിഭയാനകമായ രൂപത്തിലാണെങ്കിലും മനുഷ്യർക്ക് ദോഷം വരുത്താത്ത പാമ്പുകളിലൊന്നാണ് പൈഥൺ എന്ന് വിളിക്കപ്പെടുന്ന മലമ്പാമ്പുകൾ. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുന്ന ഈ പാമ്പുകളിൽ മാത്രം ഇതുവരെ 42 ഇനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൊതുവെ മലമ്പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വലിപ്പമുണ്ടെങ്കിലും ബർമീസ് പൈഥൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രത്യേകതരം മലമ്പാമ്പുകളാണ് രൂപത്തിലും നീളത്തിലും ഏറ്റവും വലുത്. മറ്റു മലമ്പാമ്പുകൾ പരമാവധി 15 അടി വരെ വളരുമ്പോൾ ഈ വംശത്തിൽപ്പെട്ട പാമ്പുകൾ 23 അടി നീളം വരെ വളരാൻ സാധ്യതയുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ ബർമീസ് പൈഥൺ മലമ്പാമ്പുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡ ഭാഗങ്ങളിലാണ്. ഇവിടെ കാണപ്പെടുന്ന പാമ്പുകളുടെ നിറം മിക്കവാറും ജിറാഫിനെ പോലെയാണ്. സാധാരണയായി 17 അടി നീളത്തിൽ ഈ പാമ്പുകൾ കാണപ്പെടുമ്പോൾ ഓരോന്നിനും ശരാശരി 140 പൗണ്ട് വരെ ഭാരമുണ്ടാകും. ഫ്ലോറിഡയിൽ മാത്രം ഈ പാമ്പുകൾ വലിയ എണ്ണത്തിൽ ജീവിക്കുന്നതിനൊപ്പം മറ്റ് കാട്ടുമൃഗങ്ങളായ മരം കൊത്തി, മാൻ, കാട്ടിലികൾ, മുയലുകൾ എന്നിവയെല്ലാം പിടിച്ചു വിഴുങ്ങി ദഹിപ്പിക്കുന്നതുകൊണ്ട് അവയുടെ എണ്ണം ഇപ്പോൾ ഗണ്യമായി കുറയുന്നതായും പറയപ്പെടുന്നു. ആ അളവിൽ ഈ ബർമീസ് പൈഥൺ പാമ്പുകൾ അവിടെയുള്ള കാട്ടുമൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഇരയാക്കി വരുന്നു. മെഡൂസ പൈഥൺ. എത്രയോ വലിയ മലമ്പാമ്പുകൾ ഭൂമിയുടെ വനമേഖലയിൽ നിന്ന് ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലും മനുഷ്യർ തിരിച്ചറിഞ്ഞ മലമ്പാമ്പുകളിൽ വെച്ച് ഏറ്റവും വലിയ സൈസിലുള്ള മറ്റൊന്നാണ് ഈ മെഡൂസ പൈഥൺ എന്ന മലമ്പാമ്പ്. അമേരിക്കയിലെ മിസോറിയിലുള്ള ഫുൾ മൂൺ പ്രൊഡക്ഷൻ എന്ന കമ്പനിക്ക് സ്വന്തമായ ഈ പാമ്പ് 2011-ൽ അളന്നപ്പോൾ 25 അടി 2 ഇഞ്ച് നീളമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും അപകടകാരികളുമായ പാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തിൽ ഇതുവരെ മനുഷ്യർ തിരിച്ചറിഞ്ഞ മലമ്പാമ്പുകളിൽ വെച്ച് ഏറ്റവും നീളമേറിയതായി കരുതപ്പെടുന്ന ഒരു പാമ്പിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ഈ പാമ്പിനെ ഉയർത്താൻ മാത്രം 12 പേർ ആവശ്യമാണ്. കാരണം ഇതിന്റെ മൊത്തം ഭാരം 156 കിലോഗ്രാമാണ്. ഈ ഭീമൻ പാമ്പിന് ഒരു ദിവസത്തെ ഭക്ഷണത്തിനായി മാത്രം 18 കിലോഗ്രാം മാംസം നൽകപ്പെടുന്നു. അടുത്തതായി ലോകത്തിലെ ഏറ്റവും ക്രൂരമായ വിഷപ്പാമ്പുകളിലൊന്നായ ബ്ലാക്ക് മാംബയെക്കുറിച്ചാണ്. ആഫ്രിക്കയിലെ വരണ്ട വനങ്ങളിലും സഹാറ മരുഭൂമിയോട് ചേർന്നുള്ള മണൽ പ്രദേശങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന ജീവനെടുക്കാൻ ശേഷിയുള്ള വിഷമുള്ള ഈ പാമ്പുകൾ മറ്റ് ആഫ്രിക്കൻ വിഷപ്പാമ്പുകളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ വളരെ കൂടുതലാണ്. സാധാരണയായി 8 അടി വരെ വളരുന്ന ഇവയിൽ പരമാവധി 14 അടി നീളം വരെ വളരുന്ന പാമ്പുകളുമുണ്ട്. ആഫ്രിക്കൻ വനങ്ങളിൽ സിംഹവും പുലിയും കടിച്ചു മരിക്കുന്നയാളുകളെക്കാൾ ഈ പാമ്പ് കടിച്ചു മരിക്കുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. കാരണം ഇതിന്റെ വേഗതയ്ക്കൊപ്പം ഓടി രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. മണിക്കൂറിൽ 12 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ പാമ്പുകൾ സ്വന്തം ഭാരത്തിന് തുല്യമായ മൃഗങ്ങളെ പോലും മുഴുവനായി വിഴുങ്ങി ഇരയാക്കും. കറുപ്പും വെള്ളയും കലർന്ന തിളങ്ങുന്ന ശരീരത്തിൽ മിന്നുന്ന അതിന്റെ കണ്ണുകൾ മാത്രം നമ്മളെ ഭയപ്പെടുത്താൻ പര്യാപ്തമാണ്. 14 അടി നീളമുള്ള ഈ ഇനത്തിലെ പാമ്പുകൾ 8 മുതൽ 9 കിലോഗ്രാം വരെ ഭാരമുള്ളവയും പരമാവധി 11 വർഷം വരെ ആയുസ്സുള്ളവയുമാണ്. തൂക്കിലേറ്റപ്പെട്ട് പിടഞ്ഞു മരിക്കാൻ ഒരു മനുഷ്യനെടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പാമ്പ് കടിച്ചാൽ മരണം സംഭവിക്കുന്നതിനാൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ഒരിക്കലും അഭിമുഖീകരിക്കാൻ പാടില്ലാത്ത ഭയാനകമായ ഒന്നായി ഈ ബ്ലാക്ക് മാംബ കണക്കാക്കപ്പെടുന്നു. ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്നതും ഇപ്പോൾ വംശനാശം സംഭവിച്ചതുമായ പാമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ടൈറ്റനോബോവ. ഏകദേശം 6 ദശലക്ഷം വർഷം പഴക്കമുള്ളതെന്ന് കരുതപ്പെടുന്ന ഈ പാമ്പുകളുടെ ഫോസിലുകൾ വടക്കുകിഴക്കൻ കൊളംബിയയിലെ ഇടതൂർന്ന വനമേഖലകളിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഇതിന്റെ ചിന്നിച്ചിതറിയ ഭാഗങ്ങൾ ഗവേഷണത്തിന് വിധേയമാക്കിയപ്പോൾ ഇതിന്റെ ശരാശരി നീളം 42 അടിയും ഭാരം 1135 കിലോ വരെയുമുള്ള
ഒരു കൂറ്റൻ രാക്ഷസനായിട്ടായിരിക്കണം ഇത് ജീവിച്ചിരുന്നതെന്ന് പുരാവസ്തു ഗവേഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൈനോസറുകളെ പോലും തോൽപ്പിക്കാൻ ശേഷിയുള്ള ഈ പാമ്പുകൾ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ പൂർണ്ണമായും വംശനാശം സംഭവിച്ചിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണയായി ഡ്രാഗൺ എന്നത് കെട്ടുകഥകളിൽ മാത്രമാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഡ്രാഗൺ സ്നേക്ക് എന്ന പേരിൽ ഒരു പാമ്പ് നിലവിലുണ്ട്. സെനോഡെർമസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാമ്പുകളുടെ ശാരീരിക രൂപം ഡ്രാഗണുകളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെയാണ്. ശത്രുക്കൾ അടുത്തു വന്നാൽ ശരീരം മുറുക്കാൻ കഴിയുന്ന ഈ പാമ്പുകൾ വിഷമില്ലാത്തവയും മത്സ്യങ്ങളെ പ്രധാന ആഹാരമാക്കുന്നവയുമാണ്. അവസാനമായി തെക്കേ അമേരിക്കൻ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ബ്രസീലിയൻ അനക്കോണ്ടയെക്കുറിച്ച് പരാമർശിക്കുന്നു. പാമ്പെന്ന് കേട്ടാൽ പടയും നടുങ്ങുമെന്നുണ്ടെങ്കിലും അതിനെ ഭയാനകവും ഗംഭീരവുമായി ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്തിക്കുന്നതിൽ അനക്കോണ്ട എന്ന ഹോളിവുഡ് സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. 100 കിലോ ഭാരമുള്ള ഇരയെപ്പോലും വിഴുങ്ങാൻ കഴിയുമെങ്കിലും സിനിമകളിൽ കാണിക്കുന്നത് പോലെ അത്ര ആക്രമണകാരിയല്ല ഈ പാമ്പുകൾ. വിഷമില്ലാത്ത ഈ പാമ്പുകളെ ആമസോൺ വനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു. വേറെ എവിടെയും കാണാൻ കഴിയാത്ത അത്രയും, അതായത് 33 അടി നീളമുള്ള പാമ്പുകളെ ഈ ആമസോൺ കാടുകളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ബ്രസീലിന്റെ ഒരു നദിക്ക് സമീപം ഒരു ഡാം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് പാറകൾ പൊട്ടിക്കാനായി വെടിവെച്ചപ്പോഴാണ് 33 അടി നീളമുള്ള ഈ രാക്ഷസ അനക്കോണ്ട ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ വീതി മാത്രം 1 മീറ്റർ ഉണ്ടായിരുന്നു. അവർ വെച്ച വെടിമരുന്നിൽ കുടുങ്ങി കുറച്ച് മിനിറ്റുകൾ മാത്രം പോരാടിയ ആ പാമ്പ് ഒടുവിൽ ചത്തുപോയി. വളരെ കഷ്ടപ്പെട്ട് ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ പാമ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. ഈ സംഭവത്തിന് ശേഷമാണ് അനക്കോണ്ട പാമ്പുകളെ മനുഷ്യർ വേട്ടയാടുന്നത് ബ്രസീൽ സർക്കാർ നിരോധിച്ചതും ലംഘിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന അറിയിപ്പ് പുറപ്പെടുവിച്ചതും. നമ്മളിപ്പോൾ ബ്രസീലിയൻ അനക്കോണ്ടയെക്കുറിച്ച് കണ്ടെങ്കിലും ശരിക്കും ഈ ഭൂമിയിൽ പണ്ടുകാലം മുതലേ ജീവിച്ചു വരുന്നതും ആമസോൺ കാടുകളിലെ ഭീമാകാരമായ രൂപമുള്ളതുമായ ഒരു പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഗ്രീൻ അനക്കോണ്ട തന്നെയാണ്. യഥാർത്ഥത്തിൽ അനക്കോണ്ട എന്ന പേര് ഇതിൽ നിന്നാണ് ഉണ്ടായത്. കൂടാതെ ഈ ഇനം പാമ്പുകൾക്ക് വാട്ടർ ബോവ, സുജുരി എന്നിങ്ങനെ മറ്റു ചില പേരുകളുമുണ്ട്. ശരീരഭാഗത്തെ തൊലി മുഴുവനായി പച്ച നിറത്തിലുള്ള ഈ ഇനം പാമ്പുകളിൽ ഇപ്പോൾ പരമാവധി 17 അടി നീളം വരെ ഉള്ളവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ടുകാലത്ത് 50 അടി നീളം വരെ ഇവ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. അതിനായുള്ള ചില ഫോസിലുകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. കൂടാതെ ഇപ്പോൾ ജീവിക്കുന്ന ആൺപാമ്പുകളേക്കാൾ പെൺപാമ്പുകളാണ് വലിപ്പത്തിൽ വളരെ വലുതായിരിക്കുന്നത്. ശരാശരി 10 അടി നീളം വരെ വളരുന്ന ഈ പാമ്പുകൾക്ക് പരമാവധി 70 മുതൽ 100 കിലോ വരെ ഭാരമുണ്ടാകും. ബ്രസീലിയൻ അനക്കോണ്ടകൾ എന്ന് വിളിക്കപ്പെടുന്ന കറുത്ത അനക്കോണ്ടകൾ കാടുകളിൽ അധികമായി ചുറ്റിത്തിരിയുന്നത് പോലെ ഈ ഗ്രീൻ അനക്കോണ്ടകൾ വെള്ളം നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലും പുഴയോരങ്ങളിലും മാത്രമേ വലിയ എണ്ണത്തിൽ ജീവിക്കുകയുള്ളൂ. പാമ്പ് തലയുയർത്തി പത്തി വിടർത്തുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു മനുഷ്യന്റെ ഉയരത്തിന് തുല്യമായി എഴുന്നേറ്റ് നിന്ന് പത്തി വിടർത്തി തേടിപ്പിക്കാൻ കഴിയുന്ന പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഈ കിങ് കോബ്ര എന്ന രാജവെമ്പാല തന്നെ ആയിരിക്കും. തീവ്രതയേറിയ വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഇത് പരമാവധി 6 മീറ്റർ നീളം വരെ വളരും. മറ്റു പാമ്പുകളെ പോലെ വിഷം കടിച്ചുകൊണ്ട് മാത്രമല്ല, വെള്ളം പോലെ ചീറ്റാൻ കൂടി കഴിയുന്ന ഈ രാജവെമ്പാലകൾ മറ്റു പാമ്പുകളെ തന്നെ പ്രധാനമായി ഇരയാക്കി ജീവിക്കുന്നവയും കൂടിയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ ഭാഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ ഇനം പാമ്പുകൾ പലയിടങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് പിടിക്കപ്പെടാറുണ്ട്. അങ്ങനെ തായ്ലൻഡിലെ ഒരു ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ പാമ്പ് 4 മീറ്റർ നീളമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയാൽ സംരക്ഷിക്കപ്പെടേണ്ട ജീവികളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട ഇതിനെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെ പിടിച്ചാലും വനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി കൊണ്ടുപോയി വിടണം. പക്ഷേ ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഈ പാമ്പ് മാത്രമല്ല, ധാരാളം പാമ്പുകൾ അവയുടെ വിഷത്തിനും തുലിക്കുമായി വേട്ടയാടപ്പെടുന്നത് പതിവാണ്. അതിൽ തന്നെ ഭക്ഷണം, മരുന്ന്, ലെതർ എന്നിവയ്ക്കായി ഈ രാജവെമ്പാലകൾ ഇപ്പോൾ വലിയ തോതിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ലോകത്തിലെ ഏറ്റവും ഭയാനകവും വലിപ്പമേറിയതുമായ പാമ്പുകളെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.